ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് എത്രത്തോളം ആഘാതമുണ്ടാകും, അത് എത്രത്തോളം എസ്കലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടാകും, ഇതിൻ്റെയൊക്കെ സാധ്യതകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് പറഞ്ഞോട്ടെ, എല്ലാ മനുഷ്യർക്കും രണ്ട് ചോയ്സസ് ഉണ്ട്. ഒന്നിൽ സ്വന്തം കാലിൽ നിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ മുട്ടിലിഴഞ്ഞ് ജീവിക്കുക. എത്ര കാലമാണ് നമ്മൾ ഈ കാത്തിരിക്കേണ്ടത്? എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നുള്ള അപേക്ഷയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഇതോടകം തന്നെ 10,000-കണക്കിന് ആളുകളെയാണ് പാകിസ്ഥാനിൽ നിന്ന് വന്ന തീവ്രവാദികൾ ഇന്ത്യയിൽ കൊന്നൊടുക്കിയിട്ടുള്ളത്. ഇതിങ്ങനെ തുടരുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി ലക്ഷങ്ങളുടെ കണക്ക് പറയേണ്ടി വരും. എത്ര കാലം ക്ഷമിക്കാം? എത്ര കാലം മുട്ടിലിങ്ങനെ ഇഴഞ്ഞ് നമുക്ക് ജീവിക്കാം? ഇതിനു മുമ്പൊക്കെ നമ്മൾ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് തന്നെയാണ് ഈ ടെററിസ്റ്റ് ആക്രമണങ്ങളെയൊക്കെ കണ്ടിരുന്നതും നേരിട്ടിരുന്നത്. നമ്മൾ അവരോട് ക്രിക്കറ്റ് കളിക്കില്ല, അല്ലെ മറ്റുള്ള നയതന്ത്ര ബന്ധങ്ങളിലൊക്കെ അയവ് വരുത്തി, ബിസിനസ്സിൽ അയവ് വരുത്തി, അങ്ങനെയൊക്കെ നോക്കി, രക്ഷയില്ല. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഗിയറിലേക്ക് നമ്മൾ കടക്കേണ്ടായത്, നമ്മളെ ഇങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ചും ആക്രമിക്കുക. അതായത് ടെററിസ്റ്റുകൾ ഇന്ത്യയിൽ ആക്രമണം നടത്തുമ്പോൾ നമ്മൾ അവരുടെ ടെററിസ്റ്റ് ക്യാമ്പുകൾ ആക്രമിക്കുക. ഉറിയിലെ ആക്രമണത്തിന് നമ്മൾ തിരിച്ചടിച്ചതും ബാലക്കോട്ട് ആക്രമണത്തിലും എല്ലാം നമ്മളിത് കണ്ടതാണ്. പക്ഷെ എന്നിട്ടും ഇത് മതിയാവുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തീവ്രവാദികളെ കൊന്നതുകൊണ്ട് കാര്യമില്ല. കാരണം ഇവരുടെ മദ്രസയിൽ നിന്ന് ദിവസവും 100 കണക്കിന് തീവ്രവാദികളാണ് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ ട്രെയിൻ ചെയ്യുന്ന ISIയും പാകിസ്ഥാൻ മിലിറ്ററിയുമാണ്. അപ്പോൾ കുറെ തീവ്രവാദികളെ കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇറാൻ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് നടത്തുന്ന ഒരു പ്രോക്സി വാർ പോലെയുള്ള ഒരു കളിയാണ്. പാകിസ്ഥാൻ മിലിറ്ററിയും ISIയും ചേർന്ന് സാധാരണക്കാരായ സിവിലിയൻസിനെ ട്രെയിൻ ചെയ്ത് തീവ്രവാദികളാക്കിയിട്ട് ഇന്ത്യയുമായിട്ട് ഒരു പ്രോക്സി വാർ അഴിച്ചുവിട്ടിരിക്കുന്നു. അപ്പോൾ സത്യമായിട്ടും ഇതിൻ്റെ പുറകിലുള്ളത് ISIയും പാകിസ്ഥാൻ മിലിറ്ററിയും തന്നെയാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ എൻ്റയർ മിലിറ്ററിയെയും ISIയും വൈപ്പ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം. എന്ന് പറഞ്ഞാൽ ഇനി ഒരു കാലത്തും തലപൊക്കാൻ പറ്റാത്ത രീതിയിലുള്ള അടി കൊടുത്ത് ഒതുക്കി നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. തിരിച്ചടികൾ ഉണ്ടാവും, ഇന്ത്യക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മളെല്ലാവരും ഒന്നിച്ചതിനെ നമ്മൾ ഫേസ് ചെയ്യണം, അതിനെ നേരിടണം. ഇത് മിലിറ്ററിയുടെ മാത്രം ജോലിയല്ല. എല്ലാ പൗരന്മാരും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ഒരേ ഉദ്ദേശത്തോടു കൂടി നിന്നാലേ ഇതൊക്കെ സാധ്യമാകുകയുള്ളൂ. നമുക്കറിയാം, നമ്മൾ ആദ്യമായിട്ടൊരു ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോൾ അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് സുൾഫിക്കർ അലി ഭൂട്ടോ പറഞ്ഞത്, പാകിസ്ഥാനികൾ പുല്ല് തിന്നിട്ടാന്നേലും വേണ്ടില്ല, ഞങ്ങൾ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കുമെന്ന്. ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി ഈ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളും ഒന്നിച്ച് നിന്നാൽ എന്തും സാധ്യമാണ്. ജീവിതകാലം മുഴുവൻ വേദന സഹിച്ച് ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്നതിനേക്കാളും നല്ലതാണ് ഒരു പ്രാവശ്യം ഒരു വലിയ വേദനയെടുത്ത് ഈ വേദനയെ എന്നേക്കുമായിട്ട് ഒഴിവാക്കുന്നത്. ഇതിലും നല്ല ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലേക്ക് ഇനി വരാനും ഇല്ല. ലോകരാഷ്ട്രങ്ങളിൽ മിക്കവാറും എല്ലാവരും ഇന്ന് ഇന്ത്യയുടെ കൂടെയാണ് നിൽക്കുന്നത്. ചൈന ഇൻവോൾവ് ചെയ്യും എന്നുള്ളൊരു ഭയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വേണ്ട. കാരണം ചൈന ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അമേരിക്കയും അമേരിക്കയുടെ സഖ്യകക്ഷികളും എല്ലാം ഇടപെടാനുള്ള ഒരു സാധ്യതയുണ്ട്. റഷ്യ അത് അനുവദിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഒരുപക്ഷെ ചൈന പാകിസ്ഥാന് കുറെ ആയുധങ്ങൾ സപ്ലൈ ചെയ്തേക്കാം, ചെയ്തോട്ടെ, സാരമില്ല. ഇനി ചൈനയുമായിട്ടുള്ളൊരു യുദ്ധം പോലും നമുക്ക് ഒരു കാരണവശാലും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്നതല്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനുവേണ്ടിയാണ് ഇന്ത്യ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇസ്രായേലിൻ്റെ സ്ട്രാറ്റജിയാണ് വളരെ നല്ലത്. ഓരോരുത്തരെയായിട്ട് ഒതുക്കി വലുതിൻ്റെ പിന്നാലെ പോവുക. അപ്പം ഇപ്പോൾ പാകിസ്ഥാനെയോ ബംഗ്ലാദേശിനെയോ ആരെയൊക്കെ ഒതുക്കണോ അതിനെല്ലാം ഒതുക്കിയിട്ട് ചൈനയുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാൻ വേണ്ടി നമ്മളെ തയ്യാറെടുക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരം കൂടിയാണ് ഇത്. ഇനി ഇന്ത്യയും പാകിസ്ഥാനും വാറും വന്നു കഴിഞ്ഞാൽ ഏറ്റവും വേസ്റ്റ് എന്ത് കുന്തമാണ് സംഭവിക്കാൻ പോകുന്നത്? എന്തൊക്കെ ആഘാതങ്ങളാണ്, എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്? ഇതൊന്നും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉള്ളിലുള്ള ഈ ഒരു ചിന്താക്കുഴപ്പം മാറിക്കിട്ടും. വളരെ ശക്തമായ എയർഫോഴ്സുകളും നേവൽ ഫോഴ്സുകളും ഗ്രൗണ്ട് ഫോഴ്സുകളും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഒരുപാട് കാഷ്വാലിറ്റീസും ഒരുപാട് ഡിസ്ട്രക്ഷനും എല്ലാം ഉണ്ടാകും, അതിന് സംശയമൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ബോർഡർ ക്രോസ് ചെയ്തിട്ടുള്ള യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് വളരെ ശക്തമായ വളരെ കൃത്യതയോടുകൂടിയുള്ള മിസൈൽ അറ്റാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. അത് മിലിറ്ററി ബേസുകളെയും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള വലിയ വലിയ നഗരങ്ങളെയും ഒക്കെ ചുട്ട് ചാമ്പലാക്കും എന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. അങ്ങനെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു എക്കണോമിക് ഫോളോ ഔട്ടും ഉണ്ടാക്കുന്നതായിരിക്കും. ഒരു പക്ഷേ ഈ ഒരു യുദ്ധം നീണ്ടു നിന്നാൽ നമ്മൾ ഒരുപാട് വർഷം പുറകോട്ട് പോയേക്കാം. 2014 ഫെബ്രുവരിയിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ AK ആന്റണി പറഞ്ഞത് ഒരു വിമാനം വാങ്ങാനുള്ള പൈസ പോലും നമ്മുടെ കയ്യിലില്ല എന്നായിരുന്നു. അവിടുന്ന് 2025 ആയപ്പോഴത്തേനും നമ്മൾ ഇത്രയൊക്കെ എത്തിച്ചില്ലേ? അതുപോലെ തന്നെ കുറച്ച് വർഷം പുറകോട്ട് പോകേണ്ടി വന്നാൽ പുറകോട്ട് പോകണം. അല്ലാതെ ഇപ്പം എന്താ, വേറെ നിവൃത്തിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അല്ലെങ്കിൽ എന്നും ഇങ്ങനെ മുട്ടിലിഴഞ്ഞ് ഇവരുടെ മുമ്പിൽ അയ്യോ പോറ്റി പറഞ്ഞ് ജീവിക്കേണ്ടി വരും.
വളരെ സിവിയർ ആയിട്ടുള്ള ട്രേഡ് ഡിസ്റപ്ഷൻസ് ഒക്കെ ഉണ്ടാവും, സപ്ലൈ ചെയിനിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ചും ടെക്സ്റ്റൈൽ, ഫാർമസ്യൂട്ടിക്കൽ ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ സെക്ടറിലൊക്കെ നമുക്ക് ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാവും. ഈ രാജ്യത്ത് ഒരുപാട് വിലക്കയറ്റവും നാണയപ്പെരുപ്പവും എക്കണോമിക് കൊളാപ്സും ഒക്കെ ഉണ്ടാവും. ഇതിനെല്ലാം നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് വേണം സഹകരിക്കാനായിട്ട്. പക്ഷേ ഇവിടെ ഉണ്ടാകുന്നതിൻ്റെ ഒരു 100 ഇരട്ടിയായിരിക്കും അതിൻ്റെ പാകിസ്ഥാനിലുള്ള ഇമ്പാക്റ്റ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റുകൾ ഇപ്പോൾ വളരെ ഉയരത്തിലാണ് നിൽക്കുന്നത്. അത് സമ്പൂർണ്ണമായിട്ടും ക്രാഷ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇൻവെസ്റ്റേഴ്സ് പാനിക്കാവും, അവരുടെ പൈസ മുഴുവൻ എടുത്ത് മറ്റു രാജ്യങ്ങളിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആവും. ഓയിൽ ആൻഡ് എനർജി മേഖലയിൽ വലിയൊരു ക്രൈസിസ് ഉണ്ടാവും. കാരണം ഓയിൽ പ്രൈസസുകൾ വളരെയധികം വർദ്ധിക്കും. നമുക്കൊരുപാട് ഓയിലിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അത് ലോകത്തിലെ തന്നെ ട്രേഡിനെയും എക്കണോമിയെയും ബാധിക്കാനും സാധ്യതയുണ്ട്. ഇതിനു പുറമെ ഒരു ഫുൾ സ്കെയിൽ വാർ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ചൈനയുടെ സഹായം കൂടി പാകിസ്ഥാൻ ഉണ്ട് എന്നുള്ളൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ, സൈബർ വാർഫെയറിലേക്കും ഇത് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. രണ്ട് ഭാഗത്തു നിന്നും സൈബർ അറ്റാക്കുകൾ ഉണ്ടാവും. ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ പുറത്ത് തീർച്ചയായിട്ടും അറ്റാക്ക് ഉണ്ടാവും. അങ്ങനെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ബാങ്കിങ്ങിൻ്റെയും പുറത്ത് ട്രാൻസാക്ഷൻസ് എല്ലാം പാരലൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, നമ്മൾ നോട്ട് നിരോധനം വന്നു കഴിഞ്ഞപ്പോൾ ക്യൂ നിന്നും അടുത്തു ആൾക്കാർ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയില്ലേ, അതിലും കഷ്ടമായ ഒരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടാവും. പിന്നെ ഡിസ്ഇൻഫർമേഷൻ വാർഫെയർ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയും കൂടി ഉണ്ടാവും. വലിയ വലിയ പ്രൊപ്പഗണ്ട അത് ഇപ്പോഴും പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിവേ, അതൊക്കെ ധാരാളമായിട്ടുണ്ടാവും. അങ്ങനെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയെ കംപ്ലീറ്റ്ലി കൺഫ്യൂസ് ചെയ്യാനായിട്ടുള്ള ഡിസ്ഇൻഫർമേഷൻ വാർഫെയറും ഉണ്ടാവും. അത് നമ്മുടെ അകത്തുനിന്നും ധാരാളമായിട്ട് ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, ബാലക്കോട്ട് ആക്രമണം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വലിയൊരു നേതാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പാകിസ്ഥാൻ യുണൈറ്റഡ് നേഷൻസിൽ ഉന്നയിച്ച് ഇന്ത്യക്കെതിരായിട്ട് അത് പ്രയോഗിച്ച കഥ നമുക്കറിയാം. ഇപ്രാവശ്യം തന്നെ ഈ ടെററിസ്റ്റ് അറ്റാക്ക് കഴിഞ്ഞപ്പോൾ ഒരു ദേശീയ പാർട്ടിയുടെ കേരള ഘടകം നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ പാകിസ്ഥാൻ വളരെ ശക്തമായിട്ട് ഇൻ്റർനാഷണൽ മേഖലയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള ഡിസ്ഇൻഫർമേഷൻ വാർഫെയറുകൾ ഉണ്ടാവും. അതിനെ നേരിടാനും നമ്മൾ തയ്യാറായിട്ട് ഇരുന്നേ പറ്റുള്ളൂ. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ സബോട്ടേജുകളും ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഗ്രിഡുകൾ നാശമാകാനും വാട്ടർ സപ്ലൈയിൽ പ്രശ്നമുണ്ടാകാനും കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എല്ലാം ഡിസ്റപ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഒരു രാഷ്ട്രം മുഴുവൻ ഇരുട്ടിലാകുന്ന ഒരു സാഹചര്യം രണ്ട് ഭാഗത്തും ഉണ്ടാകും. പിന്നെ വേഴ്സ് കം വേഴ്സ് സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയർ എസ്കലേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം പാകിസ്ഥാൻ ഒരുപാട് പുറകോട്ട് പോയി കഴിഞ്ഞാൽ, ഒരുപാട് നഷ്ടം വന്നു കഴിഞ്ഞാൽ, നിക്കക്കള്ളിയില്ലാതെ വന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ലോ ഈൽഡ് ന്യൂക്ലിയർ വെപ്പൺസ് അവർ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഇന്ത്യ ഒരു കാരണവശാലും മിണ്ടാതെ ഇരിക്കില്ല. അതൊരു ഫുൾ സ്കെയിൽ ന്യൂക്ലിയർ കോൺഫ്ലിക്റ്റിലേക്ക് പോകുമെന്ന് മാത്രമല്ല, അത് വളരെ ശക്തമായ പരിണിത ഫലങ്ങൾ ഉണ്ടാക്കും. ഇപ്പോഴും നമുക്കറിയാം, ഹിരോഷിമയും നാഗസാക്കിയും അതുപോലെ തന്നെ ഷെർണോബിൽ ദുരന്തങ്ങളും ഒക്കെ വിതച്ചിട്ടുള്ള നാശങ്ങൾ ഇപ്പോഴും ലോകത്തിന് വലിയൊരു ഭാരമായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള വലിയൊരു നാശനഷ്ടങ്ങൾ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 1-2 ന്യൂക്ലിയർ വെപ്പൺ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ ഈ ഭൂമുഖത്തുണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എയർഫോഴ്സിൻ്റെ കാര്യത്തിലായാലും ആർമിയുടെ കാര്യത്തിലായാലും മിസൈൽ പവറിൻ്റെ കാര്യത്തിലായാലും നേവൽ പവറിൻ്റെ കാര്യത്തിലായാലും ഇന്ന് ഇന്ത്യ പാകിസ്ഥാനേക്കാളും ഒരുപാട് മുമ്പിലാണ്. ഇന്ന് ലോകത്തിൽ കരയിലും കടലിലും ആകാശത്തും ന്യൂക്ലിയർ വിക്ഷേപണത്തിന് സാധ്യതയുള്ള കഴിവുള്ള 4 രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. ഇന്ത്യക്ക് സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഉള്ളതുപോലെ പാകിസ്ഥാൻ്റെ കയ്യിൽ യാതൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ എന്നുള്ള തലവേദന ഈ ലോകത്തിൽ എന്നേക്കുമായിട്ട് ഇല്ലാതെയാവും. പക്ഷേ ഇൻ്റർനാഷണലി അതുകൊണ്ട് കാലാവസ്ഥയുടെ കാര്യത്തിൽ ഒരുപാട് വ്യതിയാനങ്ങൾ ഉണ്ടാവും. അത് ലോകരാഷ്ട്രങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ അമേരിക്ക, റഷ്യ, ചൈന പോലെയുള്ള രാഷ്ട്രങ്ങളിൽ നിന്നും ആ ഒരു ന്യൂക്ലിയർ എസ്കലേഷനിലേക്ക് പോകാതിരിക്കാനുള്ള ഒരുപാട് പ്രഷർ രണ്ട് രാജ്യങ്ങളുടെ മുകളിൽ ഉണ്ടാകും. പിന്നെ വരാൻ പോകുന്നത് വലിയൊരു റെഫ്യൂജി ക്രൈസിസ് ആയിരിക്കും. അഭയാർത്ഥി പ്രവാഹം തന്നെ ഉണ്ടാവും. അത് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് ഉണ്ടാവില്ല. പക്ഷേ ഈ ചാൻസ് നോക്കി പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഒരുപാട് റെഫ്യൂജി ക്രൈസിസ് ലോകമെമ്പാടും ഉണ്ടാവും. അത് ഇന്ത്യയിലേക്കും കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. 71 റെഫ്യൂജി ക്രൈസിസിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴും കിടന്ന് അനുഭവിക്കുന്നത് ചില്ലറയൊന്നുമല്ല. പക്ഷേ ഈ ഒരു തക്കം നോക്കി, ഈ ഒരു ചാൻസ് നോക്കി ഇവർ യൂറോപ്പിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഈ പാകിസ്ഥാനികൾ കുടിയേറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ജിയോ പൊളിറ്റിക്കൽ അലയൻസിൽ ഒരുപാട് ഷിഫ്റ്റിംഗ് ഉണ്ടാവും. ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ ടർക്കി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും. അമേരിക്കയും റഷ്യയും ഇസ്രായേലും ഒക്കെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ജപ്പാനും ഓസ്ട്രേലിയയും എല്ലാം ഒരുപക്ഷെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നൊരു സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. പിന്നെ ലോകത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് തന്നെ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും. പ്രത്യേകിച്ച് സൗത്ത് ഏഷ്യയിൽ ട്രേഡ്, എനർജി മാർക്കറ്റ്, ഫിനാൻഷ്യൽ സിസ്റ്റം, ഇതെല്ലാം മിഡിൽ ഈസ്റ്റിലും സൗത്ത് ഏഷ്യയിലും എല്ലാം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്.
ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ യുദ്ധം അനന്തമായിട്ട് നീണ്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പാകിസ്ഥാൻ്റെ ഇന്ന് 4 ദിവസത്തേക്കുള്ള അമ്യൂണീഷൻസും അതുപോലെ 3 ദിവസത്തേക്കുള്ള ഏവിയേഷൻ ഫ്യൂലും ഒക്കെ ഉള്ളു കയ്യിൽ. ഇനി പുറത്തുനിന്നുള്ള ധാരാളമായ സഹായം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിലധികം പാകിസ്ഥാന് ഒരു കാരണവശാലും ഇന്ത്യയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ അതിനുള്ളിൽ തന്നെ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് പോലും ഉണ്ടായേക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിൽ മറ്റുള്ള രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആദ്യമായിട്ട് തന്നെ നമുക്ക് ചൈനയുടെ കാര്യം എടുക്കാം. കാരണം ചൈനയുടെ ഒരു കീ അലയാണ് പാകിസ്ഥാൻ, അതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചൈന അവർക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സപ്പോർട്ട്, UN-ലൊക്കെ ഉള്ള സപ്പോർട്ടും അതുപോലെ തന്നെ ആയുധങ്ങൾ സപ്ലൈ ചെയ്യാനും, അതുകൂടാതെ ഇന്ത്യയുടെ ബോർഡറിൽ പ്രത്യേകിച്ചും ലഡാക്കിലും അരുണാചൽ പ്രദേശിലും ഒക്കെ ബോർഡറിൽ ഇന്ത്യയിൽ കുറച്ച് പ്രഷർ ചെലുത്താനുമുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. എന്നിരുന്നാലും ചൈനയ്ക്കും അറിയാം ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചൈന ഒരുപാട് വർഷം പിന്നോട്ട് പോകുമെന്നുള്ളത്. ചൈന മത്സരിക്കുന്നത് ഇന്ത്യയുമായിട്ടല്ല അമേരിക്കയുമായിട്ടാണ് എന്നുള്ളതും ഒരു വാസ്തവമാണ്. അതുകൊണ്ട് ഒരു യുദ്ധത്തിന് ചൈന മുതിരില്ല. ഒരുപക്ഷെ ബോർഡറിലൊക്കെ ഒരു ഇച്ചിരി ബഹളമൊക്കെ ഉണ്ടാക്കി പേടിപ്പിക്കാനുള്ള ശ്രമം നടത്താം. പിന്നെ ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിന് ഈ ചിക്കൻ നെക്കിനെ ഞങ്ങൾ പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ബംഗ്ലാദേശ് അങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിരുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഫോഴ്സസ് പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടെങ്കിൽ മൊത്തം നമ്മൾ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് കൊണ്ടുപോകുന്നില്ല. ചൈനയുടെ കയ്യിൽ നിന്നുള്ള ഒരു ചില വികൃതികൾ നമ്മൾ പ്രതീക്ഷിക്കും, ബംഗ്ലാദേശിൻ്റെ വികൃതികൾ നമ്മൾ പ്രതീക്ഷിക്കും. അതെല്ലാം പ്രതീക്ഷിച്ച് തീർച്ചയായിട്ടും ആവശ്യത്തിനുള്ള ഫോഴ്സുകൾ അവിടെയും കാണും, അതിലൊന്നും യാതൊരു സംശയമില്ല. അതുകൊണ്ട് ബംഗ്ലാദേശൊക്കെ ഒന്ന് അണങ്ങി കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെയായി എന്നുള്ളതിന് തുല്യമാണ്. അമേരിക്ക റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിരിക്കും ശ്രമിക്കുക. കാരണം അമേരിക്ക ഇന്ത്യയോടും പാകിസ്ഥാനോടും ഒരു ബാലൻസ് പോകുന്ന ഒരു രാജ്യമാണ്. അടുത്ത കാലത്താണ് ഡൊണാൾഡ് ട്രംപ് കയറിയതിന് ശേഷമാണ് ഒരു 450 ബില്യൺ കൊണ്ടുപോയി പാകിസ്ഥാൻ അവർ കൊടുത്തത്. എന്നിരുന്നാലും ഇന്ത്യക്ക് ഒരുപാട് ആയുധങ്ങൾ വിറ്റും അതുപോലെ തന്നെ ഇൻ്റലിജൻസ് ഷെയറിങ് നടത്തിയും ഒക്കെ കാശുണ്ടാക്കാനായിട്ട് അമേരിക്ക ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ശ്രമം നടത്താനും സാധ്യതയുണ്ട്. റഷ്യ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ വളരെ കാലമായിട്ടുള്ള ഒരു ഡിഫൻസ് പാർട്ട്ണറാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ അവർ കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യും, ചൈന ഇൻവോൾവ് ചെയ്യുന്നത് വരെ. അതിനുശേഷം റഷ്യ എന്ത് സ്റ്റാൻസ് എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ചൈന ഇൻവോൾവ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ റഷ്യ അതിനെ തടയിടാനും സാധ്യതയുണ്ട്. ഏതായാലും റഷ്യ നമുക്ക് കുറച്ചും കൂടെ അമേരിക്കനേക്കാളും വിശ്വസിക്കാം. അവർ നമുക്ക് ആയുധങ്ങളൊക്കെ തരും. ടർക്കി പാകിസ്ഥാൻ്റെ ഒരു അലൈ തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ആയുധങ്ങളൊക്കെ കൊടുത്ത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇസ്രായേൽ ഇന്ത്യയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അലൈയാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഉള്ളത്. അതുകൊണ്ട് വളരെ ധാരാളമായിട്ടുള്ള സൈബർ സപ്പോർട്ടും മിലിറ്ററി സപ്പോർട്ടും ഇസ്രായേലിൽ നിന്ന് നമുക്ക് ലഭിക്കും. സൗദി അറേബ്യ, ഇറാൻ ഈ രാജ്യങ്ങളൊക്കെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡിൽ നിൽക്കാനായിരിക്കും സാധ്യത. എന്നിരുന്നാലും അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു സ്റ്റാൻഡായിരിക്കും എടുക്കുക. അവർ ഒഫീഷ്യലി ന്യൂട്രലായിട്ട് നിൽക്കുമെന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ്റെ ബോർഡറിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ അഫ്ഗാനിസ്ഥാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നതാണ്. അങ്ങനെ പാകിസ്ഥാന് ഒരു മൾട്ടി ഫാസറ്റഡ് വാർ ഫേസ് ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടാകും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഈ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗ്ലോബൽ ബെനിഫിഷ്യറീസും ഉണ്ടാകും. അതിൽ ആദ്യമായിട്ട് എക്കണോമിക് ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് ആംസ് സപ്ലയേഴ്സ് തന്നെയാണ്. അതിൽ അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, ഇസ്രായേൽ ഇവരൊക്കെ ഇന്ത്യക്ക് ആയുധങ്ങൾ വിറ്റ് കാശുണ്ടാക്കും. ചൈനയും ടർക്കിയും ഒക്കെ പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുത്ത് പൈസ ഉണ്ടാക്കും. പിന്നെ ഓയിൽ എക്സ്പോർട്ടേഴ്സാണ്, അതായത് ഗൾഫ് രാജ്യങ്ങളെല്ലാം. കാരണം ഇഷ്ടംപോലെ ഓയിലും ഒക്കെ വേണ്ടി വരുമല്ലോ, അപ്പോൾ അവർ ഓയിൽ വിറ്റ് കാശുണ്ടാക്കും. പിന്നെ അല്ലാതെയുള്ള ചില ഓൾട്ടർനേറ്റീവ് ട്രേഡ് പാർട്ട്നേഴ്സ്, ഇപ്പം തന്നെ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ട്രേഡ് ഇല്ലാത്തതുകൊണ്ട് വലിയൊരു കുരുക്കിലാണ്. ഇന്ത്യക്കും പാകിസ്ഥാനിൽ നിന്നുള്ള ഇമ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബംഗ്ലാദേശ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഈ ട്രേഡ് ലിങ്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് പൊളിറ്റിക്കൽ ബെനിഫിഷ്യറീസും ഉണ്ടാകും. ചൈനയ്ക്ക് ഇതിൽ നേട്ടം ഉണ്ടാകും. കാരണം പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കാനായിട്ട്, കൂടുതൽ ശക്തമാക്കാനായിട്ട് ചൈനയ്ക്ക് സാധിക്കും. അമേരിക്കയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ഡിഫൻസ് ടൈസ് വളരെയധികം ശക്തമാക്കാനായിട്ട് ഈ ഒരു അവസരം ഉപയോഗിക്കും. എന്നിട്ട് പാകിസ്ഥാൻ്റെ മേളിൽ ഒരു ഡിപ്ലോമാറ്റിക് കൺട്രോളും നിലനിർത്താനായിട്ടുള്ള ഒരു ശ്രമമായിരിക്കും അമേരിക്ക നടത്തുക. റഷ്യ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ധാരാളമായിട്ടുള്ള ആയുധങ്ങളൊക്കെ വിറ്റ് കുറേയൊക്കെ പൈസ ഉണ്ടാക്കും. എന്നിട്ട് ന്യൂട്രലായിട്ട് നിന്നുകൊണ്ട് തന്നെ ഇന്ത്യയെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയേറ്ററായിട്ടൊക്കെ ഇങ്ങനെ ന്യൂട്രലായിട്ടൊക്കെ നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും ഒരുപാട് ഗ്ലോബൽ കോൺസിക്വൻസസ് ഇതിലുണ്ടാകും. ലോകത്തിലെ തന്നെ കൂട്ടുകെട്ടുകളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചൈന പാകിസ്ഥാനുമായിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൈനയുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉള്ള രാജ്യങ്ങളുമായിട്ട് ഇന്ത്യയും ഭാവിയിൽ സഹായഹസ്തവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ട്രംപ് അമേരിക്ക ഭരിക്കുന്ന ഒരു അവസ്ഥയിൽ കോഡിനെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കിക്കൊണ്ട് ഇപ്പം നാറ്റോ അലയൻസിനെ പോലെ ഒരു അലയൻസ് ഉണ്ടാക്കിയിട്ട് ചൈനയ്ക്കെതിരെ പ്രയോഗിക്കാനായിട്ട് ശക്തമാക്കി കൊണ്ടുവരാനുള്ള ഒരു നീക്കം ജപ്പാനും അമേരിക്കയും നടത്താനും സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു പ്രപ്പോസൽ ഇന്ത്യയുടെ മുമ്പിലേക്ക് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഏതായാലും
പാകിസ്ഥാന് ഈ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവെന്ന് പറയുന്നത് വളരെ സംശയാസ്പദമാണ്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ റെസ്പോൺസസ് പാകിസ്ഥാനോട് ഒരു അല്പം ദയ കാണിച്ചു കൂടാഴിയില്ല. അല്ലെങ്കിൽ ഇവറ്റകളുടെയൊക്കെ പരിപാടി ഇതാണല്ലോ, ലോകത്തിലെല്ലാം നടന്ന് നാശം ഉണ്ടാക്കി തിരിച്ചടി കിട്ടുമ്പോൾ കിടന്ന് പന്നികളെ പോലെ കരഞ്ഞ് അയ്യോ കൊല്ലുന്നേ എന്ന് പറഞ്ഞിട്ട് ഇവർ സിമ്പതി പിടിച്ചു പറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിൽ അവർ വിജയിക്കുന്നുമുണ്ട്. ഏതായാലും അൾട്ടിമേറ്റായിട്ട് ഒരു ചോദ്യം മാത്രമാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത്. ഡിപ്ലോമസി ജയിക്കുമോ അതോ ഇത് സൗത്ത് ഏഷ്യയെ വലിയൊരു യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ? എന്തായാലും ഇതോടുകൂടി പാകിസ്ഥാനെ അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.